മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക്. രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ തന്നെയാണ് സർവീസ് പുനരാരംഭിക്കുന്നത്. നഷ്ടത്തിലായ നവകേരള ബസിനെ ലാഭത്തിലാക്കുകയാണ് ഗതാഗത വകുപ്പിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടിയാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. 11 സീറ്റുകൾ അധികമായി ഘടിപ്പിച്ചു. ഇതോടെ സീറ്റുകളുടെ എണ്ണം 37ആയി. ഇതോടെ യാത്രാ നിരക്കിലും മാറ്റമുണ്ടാകും. 1280 രൂപയായിരുന്നു ഇതുവരെ നിരക്ക്. അത് 930ആയി കുറയും. എസ്കലേറ്ററും പിൻഡോറും ഒഴിവാക്കി. പകരം മുൻഭാഗത്താണ് ഡോറ് ക്രമീകരിച്ചിരിക്കുന്നത്. 26 സീറ്റുള്ളത് ഇപ്പോൾ 37 സീറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ബാത്റൂം അതുപോലെ തന്നെ നിർത്തിയിട്ട് ഡോറ് 2 ഡോറുണ്ടായിരുന്നത് ഫ്രണ്ടിലേക്ക് ഒറ്റ ഡോറാക്കിയിട്ട് സാധാരണ നമ്മളെ AC സീറ്റർ ബസ്സുകളുടെ ഡോറ് പോലെ ഫ്രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. നിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. അത് സർക്കാരിൻ്റെ ഒരു അംഗീകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശൗചാലയം അതുപോലെ നിലനിർത്തി. നവകേരള യാത്ര കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. 5 മാസത്തിന് ശേഷം മാറ്റങ്ങളോടെ സർവീസ് പുനരാരംഭിക്കുന്നത് കോഴിക്കോട് ബംഗളൂരു റൂട്ടിലെ യാത്രക്കാർക്കും ഗുണകരമാകും. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.